എല്ലാവർക്കും നമസ്കാരം. പല ആളുകളും ചോദിക്കുന്നൊരു കാര്യമാണ് ഈ മന്ത്രവാദം ഒക്കെ എത്രത്തോളം നമ്മളിലേക്ക് ബാധിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ യാഥാർത്ഥ്യവശതയായി തീരുന്നതാണോ? അങ്ങനെ ഒരാൾക്ക് വേറൊരു മനുഷ്യനെ ബന്ധിപ്പിക്കാൻ പറ്റുമോ അവൻ്റെ പരിണാമത്തിൽ നിന്നുള്ളത്? ഞാൻ പരിണാമത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ഈ ശബരിമലയ്ക്കൊക്കെ പോകുന്ന ആൾക്കാർ കഞ്ഞി കുടിക്കുമ്പോൾ കഞ്ഞിക്കകത്ത് മുടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ കഞ്ഞി കുടിക്കില്ല, അവരെന്ത് ചെയ്യും? മാറ്റി വെക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വ്യക്തിക്ക് അതിനുള്ള മാന്ത്രികപരമായുള്ള അറിവ് ചിലപ്പോൾ അവരുടെ ബോധമണ്ഡലത്തിലില്ലായിരിക്കും. എന്നാൽ ചില വസ്തുതയിലൂടെ ചില മുടി അല്ലെങ്കിൽ ചില ഉപ്പ്, എള്ള് ഇങ്ങനെയുള്ള വസ്തുക്കളെല്ലാം തന്നെ ചില രീതിയിലുണ്ടാവുന്ന ഹയർ ഇമോഷൻസിനെ എടുക്കുന്നതാണ്. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. ഒരു വ്യക്തിക്ക് ചില ഉപാസന മൂർത്തികളുണ്ടെങ്കിൽ ചില രീതിയിൽ, അതുകൊണ്ടാണ് യോഗയുടെ മാനത്തിൽ വേറൊരാൾ ഉപയോഗിച്ച വസ്ത്രം കൈമാറാറില്ല. അതേപോലെ തന്നെ ചില വസ്തുക്കളൊന്നും ആരുടെയും ഉപ്പോ അല്ലെങ്കിൽ എള്ളോ ഒന്നും കയ്യിൽ വാങ്ങാറില്ല. ചില രീതിയിൽ നമ്മളെല്ലാം തന്നെ നമ്മുടെ ഇമോഷൻസ് എന്തൊക്കെയാണ് കടന്നു പോകുന്നതെന്നറിയില്ല. അപ്പോൾ ഒരു വ്യക്തിക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരാളെ എന്തെങ്കിലും ചെയ്യണം, അല്ലെ അവരിൽ എന്തെങ്കിലും ബന്ധനപ്പെടുത്തി പറയും ദൃഷ്ടിദോഷം എപ്പോഴും കുട്ടികൾക്ക് വരാറുണ്ട്. നമുക്കറിയാം, ഒരു വറ്റിലമുളക് എടുത്തിട്ട് 3 പ്രാവശ്യം ഒഴിഞ്ഞിട്ടത് അടുപ്പിലിട്ട് കത്തിക്കും. അത് ദൃഷ്ടി പതിക്കുന്നതാണ്. ഈ ദൃഷ്ടി എങ്ങനെ ഉണ്ടെന്നാൽ ഒരു വ്യക്തിക്ക് അവർ ചെയ്യുന്നത് എന്തെന്നുള്ളത് പോലും അറിയാതെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ്. ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നവർ ഒരു ബുദ്ധിയാവസ്ഥയല്ല, അത് ചെയ്യുന്നവരുടെ. ചില ആൾക്കാർ ഇങ്ങനെയാണ്. നമുക്കറിയാം, വികാരങ്ങൾ പല രീതിയിലുണ്ട്. ചിലർക്ക് മനസ്സിലൊരു ചോദ്യം ഉണ്ടാകുന്നു, അതവർ പോസിറ്റീവായിട്ട് ഉത്തരം കണ്ടെത്തുന്നു. അവർ തന്നെ അതിനു വേണ്ടി അവർ മാറ്റി അവർ പോകുന്നു. പോസിറ്റീവായിട്ട് ജീവിക്കുന്നതിൻ്റെ ഒരു പ്രവണത ഇതാണ്. എന്നാൽ ചിലവർക്ക് പോസിറ്റീവ് എന്ത് നെഗറ്റീവ് എന്തെന്നല്ല, വികാരങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ മാന്ത്രികന്മാരെന്നൊക്കെ പറയുന്നവർ. അപ്പം അവരെ സംബന്ധിച്ച് നോക്കുമ്പം അവർ മറ്റുള്ളവർക്ക് ഏത് ദോഷം ചെയ്യാനായിട്ട് അവർക്ക് വലിയ ശക്തിയോ അല്ലെങ്കിൽ അവർക്ക് ചക്രങ്ങളൊന്നും ഉണർന്നവരല്ല. ചില ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ചില പൂർവികരായിട്ടുള്ളവരിൽ നിന്ന് അവർ അറിഞ്ഞിരിക്കുന്ന ചില അറിവുകൾ വെച്ചിട്ട് ചില രീതിയിൽ ബന്ധനപ്പെടുത്തും. നിങ്ങളുടെ ഒരു ചിത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ചില ഊർജം കൊണ്ടുള്ള ഒരു മുടിക്ക് പോലും നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു പ്രക്രിയയുണ്ട് ഊർജ്ജത്തിൽ. അപ്പോൾ എനർജി തലത്തിൽ നമ്മളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന പല രീതിയുണ്ട്. ഒരു വ്യക്തിക്ക് മൂലാധാര ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തി പിന്നെ മരിച്ചവരെ പോലെ തന്നെയാണ് അവർ ജീവിക്കുന്നത്. മരിച്ചവർക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഉറക്കത്തിലാണെങ്കിൽ നമ്മൾ ഈ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല, എന്നാൽ മനസ്സ് നാടകത്തിലുമാണ്. മനസ്സ് പലതിനെയും ചിത്രീകരിക്കും. അപ്പം നമുക്ക് ഇന്ദ്രിയങ്ങൾ മാത്രമാണ് നഷ്ടപ്പെടുന്ന മരണത്തിലൂടെ. അതേപോലെ തന്നെ നമുക്ക് ശരീരം നഷ്ടപ്പെട്ടാൽ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമാണ്. നമ്മൾ സമചിത്തതയായിട്ട് ചേർന്നിരിക്കുന്ന, അല്ലെ നമുക്ക് ഇപ്പോഴത്തെ ഒരു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ബുദ്ധി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ ഈ മാന്ത്രികം പോലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്ത്, നമ്മളൊരു ഉറക്കാവസ്ഥയിലായിപ്പോവും. അത് നമ്മുടെ ഊർജ്ജത്തെ നല്ല രീതിയിൽ ബാധിക്കും. നമുക്ക് പരിണാമം സംഭവിക്കില്ല. പല ആളുകളും ഇപ്പം തന്നെ കുറച്ച് മുൻപാണെങ്കിലും ഇതിനെക്കുറിച്ച് എന്നോട് സംശയം ചോദിച്ചിട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു പ്രവണതയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പോലും. ഇങ്ങനെയൊക്കെ ബാധിച്ചിരിക്കുന്നവർക്ക് നേരെ ക്ഷേത്രങ്ങളിൽ പോകാനോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അവരെല്ലാം തന്നെ കാർമിക് ബ്ലോക്ക് കാരണം അവർക്ക് കേട്ട് കഴിഞ്ഞാലും അവർക്ക് മാനസികപരമായിട്ട് 100 കൂട്ടം ചിന്തകൾ വരികയും ചിന്തകളെ ഫ്രീസ് ചെയ്യാതെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. പ്രവൃത്തിയില്ലാതെ അവർ ചെയ്യണം, എന്നിൽ ഇത് ബാധിച്ചിട്ടുണ്ട് അത് ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പോകത്തതേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങൾ, അവിടെ പോയിട്ട് 12 ദിവസം വ്രതശുദ്ധിയോട് കൂടിയിട്ട് ധ്യാനം ചെയ്യാനിരിക്കുക. അതേപോലെ തന്നെ മണ്ഡലകാലങ്ങളിൽ ശബരിമലയ്ക്ക് പോവുക. ചില പ്രക്രിയയിലൂടെ ധ്യാനം പരിശീലിക്കുമ്പോൾ നമുക്കത് മാറിക്കിട്ടും. ഇപ്പോൾ യോഗീശ്വർ ലിംഗസന്നിധിയിൽ പൗർണമിയുടെ അന്ന് ഒരു മണിക്കൂർ അവിടെ വന്നിരുന്നാൽ മതി. എന്തൊരു ഊർജ്ജത്തിന് പ്രക്ഷോഭം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും അവിടെ നിന്ന് ഇല്ലാതായിപ്പോവും. എപ്പോഴും ഒരു സന്യാസിയെ സംബന്ധിച്ച് നോക്കുമ്പം അയാൾക്ക് ഒന്നും ഏഷാൻ പോകുന്നില്ല. യോഗീശ്വർ ലിംഗസന്നിധിയിലും ഒരു സന്യാസി ഊർജ്ജമാണ്. അവിടെ എപ്പോഴും തന്നെ പരിണാമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥയാണ് നൽകുന്നത്. അപ്പോൾ മാന്ത്രികം എന്ന് പറയുന്നത് ഒരു മന്ത്രവാദി അവൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതല്ല, ചില രീതിയിലുണ്ടാകുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും.
അപ്പം നമ്മളുടെ ഊർജ്ജത്തെ ഇപ്പോൾ ഒരു യോഗി ഒരിക്കലും ആരെ കാണുമ്പോൾ ഇങ്ങനെ കൈകൾ കൊണ്ട് ചേർത്ത് പിടിക്കാറില്ല. അവർ തൊഴുതേ പിടിക്കണം. ചില കൈകളിലൂടെ പോലും ഊർജ്ജം സംഭവിക്കുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ചില രീതിയിൽ ചില സ്ഥലങ്ങളിൽ നമ്മുടെ ചില വസ്തുക്കൾ കിട്ടിയാലോ നമ്മുടെ ഫോട്ടോ കിട്ടിയാലോ ഒക്കെ തന്നെ ഒരാൾക്കൊരു മാന്ത്രിക പ്രവണത ചെയ്യാനായിട്ട് ചില വസ്തുക്കൾ ഇതുണ്ടാക്കും. ഇപ്പോൾ ഒരു കോൺസെൻട്രേഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ ഭസ്മവും അവിടെ മഞ്ഞളും കുങ്കുമവും ഒക്കെയാണ്. അതെല്ലാം തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് അവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ചില രീതിയിൽ അതൊരു നന്മയുടെ ഊർജ്ജമാക്കി തീർക്കുന്നു. മനുഷ്യ പരിണാമത്തിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കുന്നു. അതേസമയം ചില ഊർജ്ജങ്ങൾ ഇപ്പം ചില എള്ള് അതേപോലെ തന്നെ ഉപ്പ് ഇങ്ങനെയൊക്കെയുള്ള ചില പ്രക്രിയകൾ കൊണ്ട് അതിനെ വേറൊരു രീതിയിൽ മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി പരിണാമത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഉണ്ടാക്കുന്നു. അപ്പം ഇത് യാഥാർത്ഥ്യമാണ്. ഊർജ്ജതലത്തിൽ പല രീതിയിലും നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ കാർമ്മികമാണ്. അത് മാറ്റാൻ നമുക്ക് തന്നെ അവസരമുണ്ട്. പിന്നെ രമണ മഹർഷി തിരുവണ്ണാമലയിൽ ആദ്യമായി എത്തിയ സമയത്ത് അദ്ദേഹം ഒരു കുടിൽ അടിച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം 15 സന്യാസിമാരും ഒപ്പം ഉണ്ടായിരുന്നു. അന്നവിടെ കുറേ മോഷണങ്ങൾ നടക്കുന്ന സമയത്ത് പോലീസ് അവർ ആശ്രമത്തിലേക്കും കയറി വന്നു. അപ്പോൾ ഇൻസ്പെക്ടർ രമണ മഹർഷിയോട് ഒന്നും ചോദിക്കാൻ രമണ മഹർഷിയുടെ വലത് തുടയിൽ ഒരൊറ്റടി. അപ്പോൾ രമണ മഹർഷി തിരിച്ചു ചോദിച്ചു, അങ്ങക്ക് ഇത് മാത്രം അടിച്ചത് മതിയായോ? ഇടതും കൂടി വേണേൽ അങ്ങ് അടിച്ചോളൂ, അങ്ങക്ക് തീരുന്നിടം വരെ ദേഷ്യം തീരുന്നിടം വരെ എന്നെ അടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ രമണ മഹർഷിയുടെ ശിഷ്യർ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചോദിച്ചു, അങ്ങനെ നമ്മൾ സാധുക്കളല്ലേ, നമ്മൾ ഭിക്ഷ തണ്ടി എടുത്ത പൈസയല്ലേ നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്, ആ പോലീസുകാരന് അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ മോട്ടിച്ച പണമാണെന്ന് ചിന്തിക്കുന്നു, അങ്ങ് എന്തിനാ ഒരു അടിച്ചപ്പം മറ്റേതും കൂടി തുടയിൽ അടിച്ചോളാൻ പറഞ്ഞതെന്ന്. രമണ മഹർഷി പറഞ്ഞു, മുജ്ജന്മം ചെയ്ത ഒരു കർമ്മം അത് എന്നിലേക്ക് വന്നു, അതെൻ്റെ കർമ്മമാണ്, ഞാൻ ചെയ്തതിൻ്റെ ഒരു ഇതെന്നിലേക്ക് വന്നു, അത് വിട്ട് കളഞ്ഞു, അത് മാത്രമേ ഉള്ളൂ. പണ്ട് മഹാത്മാഗാന്ധി പറയുന്നത് പോലെ ഈ കവിളത്തടിച്ച് ഈ കവിളും കൂടി കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇത് നമുക്ക് ഈ വലിയ ഫാൻറ്റസി സിനിമ കണ്ട് നമ്മൾ ഫൈറ്റിങ് അല്ലെങ്കിൽ അഗ്രസീവ് ഒക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ മനുഷ്യബോധത്തിൻ്റെ ഇതിലേക്ക് വരുമ്പം ഈ സത്തിലേക്ക് നമ്മൾ അടുക്കാൻ നമ്മൾ മനസ്സിൻ്റെ പശ്ചാത്തലത്തിലേക്കായിരുന്ന സത്ത് ഒത്തിരി അകലെയായിപ്പോൾ. അപ്പം ജീവൻ്റെ പരിണാമത്തിന് ഞാനെന്നുള്ളൊരു ഭാവമില്ല. അവിടെ എന്ത് ഞാനെന്ന് വന്നാലും അത് തെറ്റാണ്. ആ ഞാനെന്നുള്ള ഭാവം വരാതിരിക്കാനായിട്ടാണ് ഇവരിതെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പം ഞാനെന്നുള്ള ഭാവം നമ്മളെ എല്ലാത്തിൽ നിന്നും ബന്ധിപ്പിക്കും. അത് നമ്മുടെ സത്വമായിട്ട് ചേരാനായിട്ട് സാധിക്കില്ല. അപ്പം ഞാനെന്നുള്ള ഭാവം അതാണ് എന്നെ അവർ പറഞ്ഞു, എന്നെ ഇവർ പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾക്ക് പെട്ടെന്ന് പലതും ഏഷം. അപ്പം ജീവൻ്റെ പരിണാമത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മം തന്നെയാണ് നമ്മളിലേക്ക് ഇതായിട്ടെല്ലാം തന്നെ വന്നു ചേരാറുള്ളത്. എന്നാൽ ഇതിനെയൊക്കെ മാറ്റാൻ സാധിക്കും. ഇതൊക്കെ തന്നെ ഒരു ഊർജ്ജത്താൽ ബന്ധനപ്പെടുത്തുന്നത്. എന്നാൽ നമ്മൾ ഒരു ഹൈ എനർജിയിൽ എത്തുമ്പോൾ മെഡിറ്റേഷൻ ചെയ്ത് കുറച്ച് എനർജി മൂലാധാരയിലുള്ള എനർജിയിലൊക്കെ ബന്ധിച്ചാൽ നിസ്സാരമാണ്. നിങ്ങൾ സഹസാരാൽ ജീവിക്കും, നിങ്ങൾ ശിവനായി തീരുന്നതാണ്. നിങ്ങൾക്കപ്പോൾ പരിണാമത്തിന് അവസരമുണ്ട്, നട്ടലുണ്ട്. അപ്പോൾ കൂടുതൽ ഗുരുവായൂർ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ശബരിമലയോ യോഗീഷോ ലിംഗസന്നിധിയോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ധ്യാനത്തിനിരുന്ന് കഴിഞ്ഞാൽ അവിടുത്തെയൊക്കെ അതിനേക്കാൾ ഹയർ ചക്രാസാണ്. അനാഹതയും ആജ്ഞയും ഒക്കെയാണ്. അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? ഇത് അവിടെ ബന്ധനപ്പെട്ടിരിക്കുന്ന എല്ലാം തന്നെ നമ്മളിൽ നിന്ന് വിട്ടും. കർമ്മം എല്ലാവരിലും ഉണ്ട്, അതാലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഊർജ്ജതലത്തിലെല്ലാം സംഭവിക്കുന്നുണ്ട്. എന്നാൽ ബന്ധനമുക്ത അവസ്ഥയിലേക്ക് കടക്കാനും ഈ ജീവൻ അവകാശമുള്ളതാണ്. അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും സ്ഥിരമല്ല. അതെല്ലാം വന്നാലും നമുക്ക് വിട്ടെറിഞ്ഞ് വേറെ തലത്തിലേക്ക് ഉയരാനായിട്ടും സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. നമസ്കാരം.